അതുപോലെ ഈ കാണുന്നത് റൈറ്റ് സഹോദരന്മാർ ജനിച്ചു വളർന്ന അവരുടെ ഒറിജിനൽ വീടാണ്. ഇപ്പം നമ്മൾ റൈറ്റ് സഹോദരന്മാർ ജനിച്ചു വളർന്ന ആ വീടിനകത്താണ് നിൽക്കുന്നത്. 1835 ഈ ഒരു വീട്, ഒഹായിലുള്ള വീട് അവർ പണിതത്. ഈ ഒരു സിറ്റ് ഔട്ടിൽ റൈറ്റ് സഹോദരന്മാർ ഇരുന്നിട്ട് എടുത്തിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്. അത് വളരെ ഫേമസ് ആണ്. നിങ്ങൾ പലരും ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ദ മോൺലെസ് കപ്പിളിൻ്റെ പുതിയൊരു കിടക്കാച്ചി യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങളുള്ളത് അമേരിക്കയിലെ മിഷിഗൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഡിയർബോൺ എന്ന് പറയുന്ന മനോഹരമായൊരു സ്ഥലത്താണ്. അവിടെ ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന വൺ ഓഫ് ദ വേൾഡ് ബിഗസ്റ്റ് ആൻഡ് ഫേമസ് മ്യൂസിയം ഉണ്ട്. 80 ഏക്കറിൽ കിടക്കുന്ന ഈ വില്ലേജിൽ 98 വേൾഡ് ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 80 ഏക്കർ ടൂറിനായിട്ട് നമുക്ക് പഴയ മോഡൽ വണ്ടികൾ റെൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഹോഴ്സ് ബഗ്ഗി ഉണ്ട്, ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റും ഇറങ്ങി ടൂർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, നടന്ന് ഈ 80 ഏക്കർ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഹെൻറി ഫോർഡ് ജനിച്ചു വളർന്ന ആ ഒറിജിനൽ വീടാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ വീടൊന്ന് കയറി കാണാം. അങ്ങനെ ഫോർഡ് കാറിൻ്റെ സ്ഥാപകനായ ഹെൻറി ഫോർഡ് ജനിച്ചു വളർന്ന വീടിനകത്ത് എനിക്കും കയറാൻ പറ്റി. ആക്ച്വലി 1860 ഈ വീട് പണിയുന്നത്. ഓട്ടോമൊബൈൽ വാഹനത്തിൻ്റെ എന്താ പറയുക, ലോകത്തിൽ ഒരു വലിയൊരു വിപ്ലവം തീർത്ത ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 1903 ആദ്യത്തെ അവരുടെ ഫാക്ടറി ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്നായിരുന്നു ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ തുടക്കം. പിന്നീട് എന്താ പറയുക, വാഹന കമ്പോളത്തിൽ വലിയൊരു തരംഗമായി മാറി ഫോർഡ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി അവരുടെ ആദ്യത്തെ വണ്ടിയുണ്ട്, അതേപോലെ അവരുടെ മിഷനറി സാധനങ്ങളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഇപ്പോൾ നമ്മുടെ പുറകിൽ ഫോർഡിൻ്റെ ടി മോഡൽ വണ്ടിയുണ്ട്. അത് അന്ന് കാലത്ത് 1903 മുതൽ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ചൈനയിലൊക്കെ പ്രചാരത്തിൽ വന്നിട്ടുള്ള വണ്ടിയാണ് ഫോർഡ് ടി മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ അവർ മോഡലുകൾ വണ്ടി നിർമ്മിച്ച ശേഷം അവരുടെ 15-ാം ലക്ഷം ആ നമ്പറിലെത്തിയ വണ്ടിയാണ് ഈ പുറയിൽ കാണുന്ന ഈ വർക്ക്ഷോപ്പ്. ഇതിലാണ് റൈറ്റ് സഹോദരന്മാർ ആദ്യമായിട്ട് പ്ലെയിൻ നിർമ്മിച്ച അവരുടെ ഒറിജിനൽ വർക്ക്ഷോപ്പാണ് ഈ പുറയിൽ കാണുന്നത്. അപ്പോൾ നമ്മളത് കയറി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഈ വർക്ക്ഷോപ്പിൻ്റെ ഏറ്റവും പുറകിലത്തെ റൂമാണ് ഈ കാണുന്നത്. ഇതിനകത്തിരുന്നാണ് റൈറ്റ് സഹോദരന്മാർ ഓർവിലും വിൽബർട്ടും ഇതിനകത്തിരുന്നാണ് രാപ്പകല് വിമാനം എന്ന ആ ഒരു സ്വപ്നത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വിമാനത്തിൻ്റെ അവർ ആദ്യമായിട്ട് 1903 നോർത്ത് കരോലിനയിലെ കിറ്റിഹാക്ക് എന്ന് പറയുന്ന ഐലൻഡിൽ പറത്തിയ ആ വിമാനത്തിൻ്റെ പാർട്സുകളൊക്കെ ഇവിടെ ഇരുന്നാണ് അവർ ഉണ്ടാക്കിയത്. അവരന്ന് ഉപയോഗിച്ച അവരുടെ ഒറിജിനൽ മെഷീൻസും സാധനങ്ങളും എക്യുപ്മെൻസും എല്ലാം ഇവിടെ ഉണ്ട്. ഈ കാണുന്നത് റൈറ്റ് സഹോദരന്മാർ ജനിച്ചു വളർന്ന വീടാണ്.
ഇവിടെ ലിവിങ് റൂമുണ്ട്. ഇതും അതേപോലെ ഒരു ലിവിങ് റൂമാണ്. ഈ കാണുന്ന ഫയർ പ്ലേസ് ഇത് റൈറ്റ് സഹോദരന്മാർ പണിതതാണ്. അതേപോലെ അടുത്ത റൂമെന്ന് പറയുന്നത് അടുക്കളയാണ്, ഡൈനിങ് റൂമാണ്. ഇത് ഡൈനിങ് റൂം, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിച്ചൺ. ഇത് ടിൻഡിപ്പി എന്ന് പറയുന്ന 1800 ആ കാലഘട്ടങ്ങളൊക്കെ മനുഷ്യരുടെ പടം എടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഒരു വളരെ തിന്നായിട്ടുള്ള അയണിൻ്റെ ഒരു ഷീറ്റിലാണ് അവർ പിക്ചർ എടുക്കുക. ചിരിക്കാനൊന്നും പാടില്ല, ചിരിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോ ബ്ലറായി പോകും. സോ അങ്ങനെ എടുക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന ബിൽഡിങ് തോമസ് ആൽവ എഡിസൻ്റെ ലബോറട്ടറി ആണ്. ഇതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ച ഒരുപാട് മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ബൾബ് കണ്ടുപിടിക്കുന്നതിനായിട്ട്, ലൈറ്റ് കണ്ടുപിടിക്കുന്നതിനായിട്ട് അദ്ദേഹം യൂസ് ചെയ്ത സാധനങ്ങളെല്ലാം ഈ ഒരു ലബോറട്ടറിക്കകത്താണ്. അപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റൂമാണ് ലോകത്തിൽ വെളിച്ചം കൊണ്ടുവന്ന റൂം. അതായത് തോമസ് ആൽവ എഡിസൺ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളും രാപ്പകലിരുന്ന് വർക്ക് ചെയ്ത് ഇലക്ട്രിക് ബൾബ് എന്ന ആ ഒരു സംഭവം കണ്ടെത്തിയ ആ റൂമാണ്. Edison did some of his most impressive work, such as developing the light bulb. I'm going to assume that and the light bulb lights up and everybody's all excited. വളരെ മനോഹരമായൊരു കോട്ടേജിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ. ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയാലോന്നുണ്ട്, പക്ഷേ തൽക്കാലം നടപടിയല്ലാത്തതുകൊണ്ട് അകത്ത് കയറി കാണാം. ഇത് ഒരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് കോട്ടേജിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഈ മ്യൂസിയത്തിൽ എന്താ പറയുക, സ്ട്രീറ്റിലൂടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടുത്തെ ഫോർഡിൻ്റെ ഏറ്റവും പ്രചാരത്തിലുള്ള ടി മോഡൽ വണ്ടി ഹയർ ചെയ്തിട്ടാണ് ടൂർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ. കാരണം 80 ഏക്കർ നടന്നെത്തിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഫോർഡ് ടി. പക്ഷെ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. കാരണം നമുക്ക് ലിറ്ററലായിട്ട് ഓരോ ബിൽഡിങ്ങിനകത്തും കയറി എന്താണ് അവർ എന്താ പറയുക യൂസ് ചെയ്ത എക്യുപ്മെൻറ്റ്സ് ആയാലും ബുക്സ് ആയാലും പേനയായാലും നേരിട്ട് കണ്ട് തൊടാൻ പറ്റുന്നതൊക്കെ തൊട്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഒരു ടൂറ്. അതുകൊണ്ട് നടപ്പാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം പോലും ഇതുവരെ കഴിച്ചിട്ടില്ല. വെളിയിൽ പോയിട്ട് വേണം കഴിക്കാനായിട്ട്. സ്റ്റീഫൻ ഫോസ്റ്റർ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ കവി, അദ്ദേഹത്തിൻ്റെ വീടാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് കാണാം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു സോങ് ഉണ്ട്, മൈ ഓൾ കെൻറ്റക്കി ഹോം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ പുറകിൽ ചെറിയൊരു നൈസ് എന്താ പറയുക ഒരു ലോഗ് ക്യാബിനുണ്ട്. അത് വളരെ വലിയൊരു വ്യക്തി ജനിച്ചു വളർന്ന വീടാണ്. വെസ്റ്റേൺ പെൻസിൽവാനിയയിൽ 1800 ജനിച്ച മക്കാഫി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ്റെ വീടാണ് ഈ കാണുന്നത്. നമുക്ക് ജസ്റ്റ് ആ വീടിനകത്തേക്കൊന്ന് പോയി നോക്കാം. വളരെ ഇടുങ്ങിയ ഒറ്റ മുറി മാത്രമുള്ളൊരു ലോ ക്യാബിനാണ് ഈ വീട്. ഈ വീട്ടിൽ ജനിച്ച അദ്ദേഹം ശരിക്കും തോന്നുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അദ്ദേഹത്തിനെ ഫേമസ് ആക്കിയത്. കാരണം ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ സ്കൂളുകളിലെ ഒരു ടെക്സ്റ്റ് ബുക്ക് അദ്ദേഹം എഴുതി. ആ ടെക്സ്റ്റ് ബുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്ന ലെസനോടൊപ്പം തന്നെ അത്യാവശ്യം വീട്ടിലെ പണികൾ ചെയ്യണം. അങ്ങനെ എന്താ പറയുക
പഠനത്തോടൊപ്പം തൊഴിലും. അപ്പം ഈ ലോ ക്യാബിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആശയത്തിലുള്ള ആ മോഡലുള്ള ഒരു സ്കൂള് ഈ മ്യൂസിയത്തിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇനി പെട്ടെന്ന് പോയിട്ട് അതൊന്നും കണ്ടു നോക്കാം. ഈ കാണുന്നതാണ് അന്ന് കാലത്തെ സ്കൂളിൻ്റെ ഒരു മോഡല്. ഇതും വലിയ മരം കൊണ്ട് പണിതിട്ടുള്ളതാണ്. ഇത് ലോക്ക് ചെയ്തിട്ടേക്കാണ്, നമുക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അന്നത്തെ ആ ഒരു സ്കൂൾ സിസ്റ്റം. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പാഠം പഠിക്കുന്നതിനോടൊപ്പം വീട്ടിലേക്ക് വിറക് കൊണ്ടുവരിക, വെള്ളം കോരുക, പറമ്പ് വൃത്തിയാക്കുക, പശുവിനും ആടിനുള്ള പുല്ലുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, അങ്ങനെയുള്ള വീട്ടുജോലികളും കൂടെ ഒപ്പം സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം പാർട്ട് ഓഫ് സിലബസ് ആയിട്ട് പഠിപ്പിക്കണം. അങ്ങനെ ഒരു സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്കാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ കാണുന്ന ഒരു ഡൈനാമോ 1882 ആൽവ എഡിസൺ ഡയറക്റ്റ്, അതായത് ആവിയിൽ നിന്ന് എൻജിൻ പ്രവർത്തിച്ച് നേരിട്ട് കറണ്ട് എടുത്തിരുന്ന ഒരു മെഷീനാണ്. സോ അതിൻ്റെ ഒരു ഡെമോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. ഇത് ഈ കാണുന്ന സംഭവമാണ് റൗണ്ട് ഹൗസ് എന്ന് പറയും. അതായത് ലോക്കോമോട്ടീവ് ട്രെയിനിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുന്ന സ്ഥലമാണ്. ഇത് ട്രെയിനിൻ്റെ എൻജിൻ ഭാഗം തിരിക്കുന്നതാണ്. ഇതിനകത്ത് കയറ്റി ഈ റൗണ്ട് ഹൗസ് ഇത് നേരെ തിരിച്ച് പിന്നെ ഹെഡ് തിരിച്ച് ആ സൈഡിലേക്ക് ആക്കും. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട നടത്തത്തിനൊഴിവിൽ നമ്മൾ ആ 80 ഏക്കറും കവർ ചെയ്തു. എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു അതൊക്കെ കാണൽ. സോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ആസ് യൂഷ്വൽ ദ മോഡൽസ് കപ്പിളിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും